വർദ്ധിത ചൈതന്യവും വിശ്വാസ തീവ്രതയും രൂപത തനയർക്കാകെ സമ്മാനിച്ച പാലാ രൂപത പ്ലാറ്റിനം ജൂബിലി തികവിൽ വേറിട്ട കർമ്മ പരിപാടികൾ ആത്മീയ സമ്പന്നത സമ്മാനിച്ച ജൂബിലി ആഘോഷങ്ങൾക്ക് 26-ന് തിരശീല വീഴും. കഴിഞ്ഞ വർഷം ജൂലൈ 26-ന് ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന ദേവാലയത്തിൽ തുടക്കമിട്ട ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിന് ആതിഥ്യമരുളുന്നത് പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയമാണ്. വ്യക്തി, കുടുംബം, ഇടവക, സമുദായം എന്നിങ്ങനെ 4 മേഖലകളിൽ ലക്ഷ്യമിട്ട ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഫൊറോന റീജിയണൽ തലങ്ങളിൽ കൂടി ആരംഭമിട്ട് ആവേശത്തിലാക്കിയാണ് ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിലേക്ക് രൂപത പ്രവേശിക്കുന്നത്. ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിന് തുടക്കമിടുന്നത് 26-ന് രാവിലെ 9-ന് സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയോടെയാണ്. ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. സിറോ-മലങ്കര സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവ സന്ദേശം നൽകും. 10:45-ന് പൊതുസമ്മേളനത്തിൽ സിറോ-മലബാർ മുൻ സഭാതലവൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിക്കും. സമ്മേളനം സിറോ-മലബാർ സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ മുഖ്യ പ്രഭാഷണവും പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആമുഖ പ്രഭാഷണവും നടത്തും. കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ്, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP, CBCI പ്രസിഡന്റ് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്, പാലാ രൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, മന്ത്രി റോഷി അഗസ്റ്റിൻ, സണ്ണി ജോസഫ് MLA, ജോസ് കെ മാണി MP, ഫ്രാൻസിസ് ജോർജ് MP, മാണി C കാപ്പൻ MLA ഉൾപ്പെടെ നിരവധി പേർ പ്രസംഗിക്കും.